നിതിൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്ന വീട്ടുകാരുടെ വാദത്തിന് കൂടുതൽ ബലം പകരുന്ന ഓഡിയോ സന്ദേശം പുറത്ത്. എന്തൊക്കെ പ്രതികൂല സാഹചര്യം ഉണ്ടായെങ്കിലും പിടിച്ചു നിൽക്കുമെന്ന് നിതിൻ സുഹൃത്തിനോട് പറയുന്ന ഏറെ സുപ്രധാനമായ ഓഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇതിനിടെ നിതിൻ രാജിന്റെ മരണത്തിൽ കോളേജ് അധികൃതർക്ക് എതിരെ കർശന നടപടിക്ക് ഗവർണർ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. ആരോഗ്യ സർവകലാശാല VC-ക്കാണ് ഇത് സംബന്ധിച്ച് ഗവർണർ നിർദ്ദേശം നൽകിയത്. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഡാൻ കുര്യനാണ് ചേരുന്നത്. ഡാനിലേക്ക് പോകുന്നതിന് മുമ്പ് ഏറ്റവും നിർണായകമാകുന്ന, അതായത് നിതിൻ ഒരു കാരണവശാലും ആത്മഹത്യ ചെയ്യില്ല എന്ന് കുടുംബം പറയുന്നതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള ഓഡിയോ സന്ദേശമാണ് പുറത്തു വന്നത്. ആ ഓഡിയോ സന്ദേശത്തിൽ എന്ത് എന്ന് നമുക്ക് കേൾക്കാം. അതുമാത്രമല്ല, പ്രിൻസിപ്പളും HOD-മാരും നിനക്കറിയുമെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് DA എക്സാം നടന്നല്ലോ ലാസ്റ്റ്. അപ്പോൾ ഒരു കൊച്ചു സാറ് അറിയുന്നില്ല, ഒരു വെളുത്ത ഒരു പൊക്കം കുറഞ്ഞൊരു സാറ്. അപ്പോൾ ആ സാറ് എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു എന്നല്ല. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ പുറത്തിറങ്ങിയിട്ട് ഇത് കാണണമെന്ന് പറയുന്നത് നമുക്കൊന്ന് കാണണമല്ലോ എന്ന് ചോദിച്ചു. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിനെതിരെ അവരെന്തായാലും ആക്ഷൻസ് എടുക്കുമെന്ന് പറഞ്ഞു. കാരണം കുറേ കംപ്ലയിൻറ്റ്സ് ആയിട്ടുണ്ട് ഇപ്പോൾ തന്നെ. പിന്നെ എൻ്റെ അടുത്ത് നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, മെൻ്റലി തളർത്തുന്ന എന്ത് കാര്യം ഉണ്ടെങ്കിലും അപ്പം വന്ന് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ട്. ഞാൻ ഡ്രോപ്പ് ആക്കുമെന്ന് ചോദിച്ചാൽ എനിക്ക് ഉറപ്പൊന്നുമില്ല. എനിക്കും എന്നെ പോലെയാണ്. ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് പഠിക്കണം, ഗ്രാജുവേറ്റഡ് ആകണം, ഡോക്ടറായി ഇറങ്ങണം. അതിപ്പോൾ ഇനി ആരൊക്കെ തളർത്താണ്ടായിരുന്നെങ്കിൽ അവിടെ നിന്ന് പഠിച്ചിറങ്ങാൻ ഒരു മനസ്സുണ്ടെങ്കിൽ അത് എന്തായാലും നേടിയെടുത്തിരിക്കും. കേരളത്തിന്റെ മനസാക്ഷിയെ ഏറെ നൊമ്പരപ്പെടുത്തിയ, ഇങ്ങനെയും കേരളത്തിൽ നടക്കുന്നുണ്ട് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞ ഒരു സംഭവമായിരുന്നു നിതിൻ്റെ മരണം എന്നത്. പക്ഷേ നിതിൻ ആത്മഹത്യ ചെയ്യില്ല എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് വീട്ടുകാർ. അത്രമേൽ വലിയ അപരാധം, അതായത് കൊലക്കുറ്റത്തിന് സമാനമായ സാഹചര്യം ആണ് നിതിൻ്റെ മരണത്തിൽ എന്ന് കുടുംബം ഉറപ്പിച്ചു പറയുകയാണ്. ഇപ്പോൾ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഡാൻ കുര്യൻ ആണ് ചേരുന്നത്. ഡാൻ, ഒരു കാര്യം വ്യക്തമാണല്ലോ, ഈ ഓഡിയോ സന്ദേശത്തിൽ വലിയ തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ നേരിടുന്നു, വലിയ പ്രതിസന്ധി നേരിടുന്നു എന്നത് വ്യക്തമാണ്. അതുകൊണ്ടാണല്ലോ ആരൊക്കെ എങ്ങനെയൊക്കെ തളർത്താൻ ശ്രമിച്ചാലും താൻ ഡോക്ടറായി പഠിച്ചിറങ്ങും എന്ന് വ്യക്തമാകുന്നത്. ഈ സന്ദേശം ആരുമായുള്ള സംഭാഷണത്തിൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരം വിവരങ്ങൾ പങ്കുവെക്കാവുന്ന തരത്തിലുള്ള ഓഡിയോ സന്ദേശമാണോ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്? എന്താണ് ഈ ഓഡിയോ സന്ദേശത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? നിതിൻ രാജിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്ന പ്രത്യേക സംഘത്തിന് ലഭിച്ചിരിക്കുന്ന ഒരു ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ തനിക്കെതിരെ വലിയ തരത്തിലുള്ള സമ്മർദ്ദമുണ്ട്, അല്ലെങ്കിൽ താൻ ഒരു ഡോക്ടർ ആകരുതെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷേ ആ പ്രതിസന്ധികളെല്ലാം അതിജീവിച്ചുകൊണ്ട് എത്ര വലിയ എതിർപ്പുകൾ നേരിടേണ്ടി വന്നാലും ഞാനൊരു ഡോക്ടറായി തന്നെ പുറത്തിറങ്ങും എന്ന് വ്യക്തമാക്കുന്ന ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത് നിതിൻ്റെ ഒരു സുഹൃത്തുമായി പങ്കുവച്ച ശബ്ദ സന്ദേശത്തിൻ്റെ ഒരു ഭാഗമാണ്. സമാനമായ തരത്തിലുള്ള പല ശബ്ദ സന്ദേശങ്ങൾ അന്വേഷണ സംഘത്തിന് രഹസ്യമായും അല്ലാതെയും ലഭിച്ചിട്ടുണ്ട് എന്നുള്ള സൂചനകൾ നമുക്കുണ്ട്. കാരണം ഈ പരസ്യമായി അധ്യാപകർക്കെതിരെ നിലപാടെടുക്കുന്നതിൽ ഭയമുള്ള വിദ്യാർത്ഥികൾ, നിതിൻ രാജിൻ്റെ സഹപാഠികളടക്കം ഇത്തരത്തിൽ ഈ അധിക്ഷേപം വലിയ തരത്തിൽ നേരിട്ടിരുന്നു ക്ലാസ് മുറിക്കുള്ളിൽ വെച്ച് എന്ന് വ്യക്തമാക്കുന്ന, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുത്താവുന്ന ചില തെളിവുകൾ അന്വേഷണ സംഘത്തിന് കൈമാറിയതായിട്ടുള്ള സൂചനകൾ കൂടിയുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു ശബ്ദ സന്ദേശം കൂടി പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതായത് കടുത്ത പ്രതിസന്ധിയിലൂടെ ആയിരുന്നു നിതിൻ രാജ് കടന്നു പോകുന്നത് എന്ന് ഈ ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ അത് എപ്പോഴെടുത്തതാണ്, ഈ ശബ്ദ സന്ദേശം എന്നത്തേതാണ്, എപ്പോൾ ഉണ്ടായ ഒരു സംഭാഷണമാണ്, അങ്ങനെ ഒരു സംഭാഷണത്തിലേക്ക് നയിച്ച സാഹചര്യം എന്താണ് എന്നതിനെക്കുറിച്ചൊക്കെ വിശദമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. നേരത്തെയും നിതിനുമായി ബന്ധപ്പെട്ട നേരത്തെ ചില സന്ദേശങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയത് അതിൻ്റെ ആധികാരികത ഉറപ്പുവരുത്തുന്നതിനൊപ്പം ഏത് സമയത്താണിത് ഈ ശബ്ദ സന്ദേശങ്ങൾ പങ്കുവെക്കപ്പെട്ടത് എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണം കൂടി സൈബർ ഫോറൻസിക് വിദഗ്ധരുടെ സഹായത്തോടെ നടക്കുന്നുണ്ട് എന്നാണ് അറിയിച്ചത്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു കടുത്ത സമ്മർദ്ദത്തിനിടയിൽ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല, അല്ലെങ്കിൽ പിന്തിരിഞ്ഞു പോകില്ല എന്ന് വ്യക്തമാക്കിയ നിതിൻ ഒടുവിൽ ജീവിതം തന്നെ, പഠനം അവസാനിപ്പിക്കുകയല്ല, ജീവിതം തന്നെ അവസാനിപ്പിക്കുക എന്നൊരു കടുത്ത തീരുമാനത്തിലേക്ക് എത്താനിടയായ സാഹചര്യം എന്താണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണമാണ് ഇപ്പോൾ പ്രത്യേക സംഘത്തിൻ്റെ മേൽനോട്ടത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിവരങ്ങൾ അങ്ങേയറ്റം പ്രധാനപ്പെട്ടതായി മാറുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണല്ലോ ഈ അധ്യാപകർക്കെതിരെ
കൃത്യമായ നടപടിയെടുക്കണമെന്ന ശുപാർശ ഇപ്പോൾ ഗവർണറുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. എന്താണ് അത്തരം വിശദാംശങ്ങൾ? അക്കാദമിക് തലത്തിൽ ഇത് ഏതൊക്കെ നിലയിലാണ് ചർച്ച ചെയ്യപ്പെടുന്നത്? പ്രത്യേകിച്ച് ഇപ്പോഴും ഇത്തരം ജാതീയ അധിക്ഷേപങ്ങൾ വിദ്യാർത്ഥികൾ വലിയ തോതിൽ അധ്യാപകരിൽ നിന്ന് മാനസിക സമ്മർദ്ദം ഏറ്റുവാങ്ങുന്ന സാഹചര്യം, അത് സംബന്ധിച്ച ഒരു സൂക്ഷ്മമായ പരിശോധന മുഴുവൻ ക്യാമ്പസുകളിലും നടത്തേണ്ട സാഹചര്യമാണ് ഉള്ളത്. പലപ്പോഴും നമ്മൾ ഈ ക്യാമ്പസുകളിലെ ഇടിമുറികളെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്തിന് പുറത്ത് വിദ്യാർത്ഥികൾ പഠിക്കുമ്പോഴുണ്ടാകുന്ന ദുരനുഭവങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ തന്നെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ അതിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. കൃത്യമായ ശിക്ഷാ നടപടികൾ ഈ അധ്യാപകർക്ക് ലഭിക്കേണ്ടതുണ്ട്. ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ എന്തൊക്കെ നടപടികളിലേക്കാണ് കടക്കുന്നത്? ഡാൻ, ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർ കൂടിയായ ഡോക്ടർ മോഹൻ കുന്നുമേൽ ഇന്നലെ ആര്യനാടിനടുത്തുള്ള നിതിൻ രാജിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ നേരിൽ കണ്ട് അവർക്ക് പറയാനുള്ളത് നേരിൽ കേൾക്കുകയും കുടുംബത്തിന് പൂർണ്ണമായ പിന്തുണ ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് അദ്ദേഹം ചാൻസലർ കൂടിയായ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറെ ലോക് ഭവനിൽ എത്തിക്കണ്ട് അദ്ദേഹത്തോട് ഈ സംഭവങ്ങളെക്കുറിച്ച് പ്രാഥമികമായ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചുകൊണ്ട് വിശദീകരണം നൽകിയത്. ആ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് കർശനമായ നടപടിക്ക്, കോളേജ് അധികൃതർക്കെതിരെ കർശനമായ നടപടിക്ക് ചാൻസലർ കൂടിയായ ഗവർണർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആരോഗ്യവകുപ്പിൻ്റെ അന്വേഷണ സംഘം അവർ നാളെ ഈ കോളേജിലെത്തി വിദ്യാർത്ഥികളുടെ സഹപാഠികളിൽ നിന്ന് മാനേജ്മെൻറ്റ് പ്രതിനിധികളിൽ നിന്നൊക്കെ മൊഴി രേഖപ്പെടുത്തും. ആ മൊഴി രേഖപ്പെടുത്തി ആഭ്യന്തരമായി ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു തുടർ നടപടിയിലേക്ക് കടക്കാനുള്ളൊരു നീക്കമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആരോഗ്യവകുപ്പിൻ്റെ പ്രത്യേക അന്വേഷണ സംഘമുണ്ട്. ആ സംഘത്തിന് മേൽനോട്ടം വഹിക്കുന്ന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരിക്കും നാളെ ഈ കോളേജിൽ വിശദമായ പരിശോധന നടത്തുക. അവിടെ നിന്ന് വിദ്യാർത്ഥികളുടെ മൊഴിയെടുക്കുമ്പോൾ ഈ ദാരുണമായ സംഭവത്തിലേക്ക്, നിതിൻ്റെ ആത്മഹത്യയിലേക്ക് നയിച്ച യഥാർത്ഥ സംഭവങ്ങൾ പുറത്തുവരും എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പിൻ്റെയും സർവകലാശാല അധികൃതരുടെയും പ്രതീക്ഷ. ഇപ്പോഴും ഈ പ്രതികൾ ഒളിവിലാണ്. അവരെ ആരെങ്കിലും സഹായിക്കുന്നുണ്ടോ കോളേജിനകത്തു നിന്ന് തന്നെ എന്ന് കണ്ടെത്തുന്നതിനുള്ള അന്വേഷണം ഈ പോലീസിൻ്റെ ഭാഗത്ത് ഒരു വശത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ആരോഗ്യ സർവകലാശാലയും കടുത്ത നടപടിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ അധ്യാപകർക്കെതിരെ ഏത് തരത്തിലുള്ള വകുപ്പ് തല നടപടികളായിരിക്കും ഉണ്ടാകുക എന്നതിൽ മാത്രമേ ഇനിയൊരു വ്യക്തത വരേണ്ടതുള്ളൂ. സഞ്ചരിക്കണ്ട് കോളേജിലെ വിദ്യാർത്ഥി നിതിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട അന്വേഷണം ദ്രുതഗതിയിൽ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആരോപണ വിധേയരായ അധ്യാപകർ ഒളിവിൽ തുടരുകയുമാണ്. ഡാനിലേക്ക് വീണ്ടും എത്തുന്നതിന് മുമ്പ് ഏറ്റവും നിർണായകമായേക്കാവുന്ന ശബ്ദ സന്ദേശത്തിൻ്റെ വിശദാംശങ്ങളാണ് ഞങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നിതിൻ ആത്മഹത്യ ചെയ്യില്ല എന്ന നിലപാടിൽ തന്നെ നിതിൻ്റെ കുടുംബം ഉറച്ചു നിൽക്കുമ്പോൾ നിതിൻ അത്രമേൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു എന്ന് വ്യക്തമാക്കുന്ന, എന്നാൽ നിതിൻ ഒട്ടേറെ പ്രതിസന്ധികൾ നേരിടുന്നുണ്ട് എന്നുകൂടി വ്യക്തമാക്കുന്ന ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതൊരിക്കൽ കൂടി പ്രേക്ഷകർക്കായി. അതുമാത്രമല്ല, പ്രിൻസിപ്പളും HODമാരും നിനക്കറിയുമെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് DAയുടെ എക്സാം നടന്നല്ലോ ലാസ്റ്റ്. അപ്പോൾ ഒരു കൊച്ചു സാറ് അറിയുന്നില്ല, ഒരു വെളുത്ത ഒരു പൊക്കം കുറഞ്ഞൊരു സാറ്. അപ്പോൾ ആ സാറ് എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു എന്നല്ല. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ പുറത്തിറങ്ങിയിട്ട് ഇത് കാണണമെന്ന് പറയുന്നത് നമുക്കൊന്ന് കാണണമല്ലോ എന്ന് ചോദിച്ചു. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിനെതിരെ അവരെന്തായാലും ആക്ഷൻസ് എടുക്കുമെന്ന് പറഞ്ഞു. കാരണം കുറേ കംപ്ലയിൻറ്റ്സ് ആയിട്ടുണ്ട് ഇപ്പോൾ തന്നെ. പിന്നെ എൻ്റെ അടുത്ത് നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, മെൻ്റലി തളർത്തുന്ന എന്ത് കാര്യം ഉണ്ടെങ്കിലും അപ്പം വന്ന് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ട്. ഞാൻ ഡ്രോപ്പ് ആക്കുമെന്ന് ചോദിച്ചാൽ എനിക്ക് ഉറപ്പൊന്നുമില്ല. എനിക്കും എന്നെ പോലെയാണ്. ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് പഠിക്കുന്ന ഗ്രാജുവേറ്റഡ് ആകണം, ഡോക്ടറായി ഇറങ്ങണം. അതിപ്പോൾ ഇനി ആരൊക്കെ തളർത്താണ്ടായിരുന്നെങ്കിലും ഇവിടെ നിന്ന് പഠിച്ചിറങ്ങാൻ ഒരു മനസ്സുണ്ടെങ്കിൽ അത് എന്തായാലും നേടിയെടുത്തിരിക്കും. എന്തായാലും നിതിൻ്റെ ഈ ശബ്ദത്തിൽ നിന്ന് വ്യക്തമാണ് നിതിൻ ഒട്ടേറെ പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. വലിയ തോതിലുള്ള പ്രതിസന്ധിയിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. അപ്പോഴും താൻ വിദ്യാഭ്യാസം പൂർത്തിയാക്കും, ഡ്രോപ്പ് ഔട്ട് ആക്കുക എന്നതിനുള്ള ശ്രമങ്ങൾ പലരിൽ നിന്ന് നടക്കുന്നുണ്ട്. ഇവിടെ ഡാനിത മറ്റൊരു അധ്യാപകനെ കുറിച്ചാണ്. ആ അധ്യാപകന്റെ ഭാഗത്ത് നിന്ന് പൂർണ്ണമായ പിന്തുണയുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ ഒരു കാര്യം വ്യക്തമാണല്ലോ, അവിടെ നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളെക്കുറിച്ച് ആ ക്യാമ്പസിലെ അധ്യാപകർക്ക്, മാനേജ്മെന്റിനൊക്കെ കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു. ഇതിനു മുമ്പും നേരത്തെ പരാതികൾ ലഭിച്ചിരുന്നു. ആ പരാതികളൊന്നും തന്നെ പരിഹരിക്കപ്പെടാത്ത പശ്ചാത്തലമുണ്ടാകുന്നു. ഇപ്പോൾ പോലും ഈ ആരോപണ വിധേയരായ ഡോക്ടർമാർക്ക് ഒളിവിൽ പാർക്കാൻ സാഹചര്യം ഒരുങ്ങുന്നു. അവർ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുന്നതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു എന്ന സൂചനകൾ ഉൾപ്പെടെയാണ്
പ്രതികരണങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഒരു പക്ഷേ ഇത് കേരളത്തിലെ പല ക്യാമ്പസുകളിലും നടക്കുന്ന ഒന്നായിരിക്കാം. കുട്ടികൾക്ക് എങ്ങനെയും പഠിച്ചിറങ്ങുക എന്നതുകൊണ്ട് ഇതെല്ലാം സഹിക്കേണ്ടി വരുന്നതായ സാഹചര്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ സഹപാഠികളുടെ പ്രതികരണങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആ സഹപാഠികളുടെ പ്രതികരണങ്ങൾ അതിപ്പോൾ പൂർണ്ണമായും വിശ്വാസയോഗ്യമാണോ എന്നതിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പക്ഷേ ഇത്തരം പരാതികൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും അവിടുത്തെ കുട്ടികൾ നേരിടുന്ന പ്രതിസന്ധികൾ എന്ത് എന്നത് പരിശോധിക്കേണ്ട ഉത്തരവാദിത്തം ആ കോളേജിനുണ്ട്, മറ്റ് അധ്യാപകർക്കുണ്ട് എന്നാണല്ലോ മനസ്സിലാകുന്നത്. അപ്പോൾ ഈ 2 അധ്യാപകർ മാത്രം കുറ്റക്കാരായി ഇതിനെ അവസാനിപ്പിക്കുക എന്നതിനപ്പുറത്ത് കേരളത്തിലെ ക്യാമ്പസുകളിൽ, സ്വാശ്രയ കോളേജുകളിൽ അടക്കം കൃത്യമായ പരിശോധനാ സംവിധാനങ്ങൾ ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയിലേക്ക് കൂടിയല്ലേ ഈ സംഭവം വിരൽ ചൂണ്ടുന്നത്? ഡാൻ, അഞ്ചരക്കണ്ടിയിലെ ഏതെങ്കിലും ഒരു കോളേജിലെ ഏതെങ്കിലും ഒരു ക്ലാസ് മുറിയിലെ വിദ്യാർത്ഥികൾക്ക് മാത്രം നേരിടേണ്ടി വരുന്ന ഒറ്റപ്പെട്ട ഒരു ദുരനുഭവമല്ല കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നത്. നിതിൻ രാജിന് ജീവൻ ഒടുക്കേണ്ട തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതും ഒറ്റപ്പെട്ട ഒരു സംഭവമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതിനപ്പുറത്തേക്ക് അതിന് വലിയൊരു മാനമുണ്ട്. അത് സംസ്ഥാനത്ത് പ്രത്യേകിച്ച് ഈ പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലടക്കം ഇന്റേണൽ മാർക്കിൻ്റെ പേരിൽ ഭീഷണിപ്പെടുത്തി വിദ്യാർത്ഥികൾക്ക്, അധ്യാപകർക്ക് മുമ്പിൽ മൗനമായി നിന്ന് അവർ പറയുന്നത് മുഴുവൻ അനുസരിക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ അവരുടെ ആക്ഷേപശരങ്ങൾ കൂടി കേൾക്കേണ്ടി വരുന്ന ഒരു ദുരവസ്ഥയെക്കുറിച്ചുകൂടിയാണ് ഈ സംഭവം വെളിവാക്കുന്നത്. പക്ഷേ അതിൽ കൃത്യമായ പരാതി പരിഹാര സെല്ലുകളടക്കം ഉണ്ട് എന്ന് അവകാശപ്പെടുമ്പോഴും എത്ര കണ്ട് പരാതികൾ പരിഹരിക്കപ്പെടുന്നു എന്നത് വലിയൊരു ചോദ്യമാണ്. എല്ലാ അധ്യാപകരും അങ്ങനെയാണെന്നല്ല. ബഹുഭൂരിപക്ഷം അധ്യാപകരും ആത്മാർത്ഥമായി വിദ്യാർത്ഥികൾക്ക് മികച്ച ഭാവി ഉണ്ടാകണമെന്ന താല്പര്യത്തോടെ തന്നെ അവർക്ക് ഈ പഠനവുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നവരാണ്. പക്ഷേ അതിൽ ഇത്തരത്തിലുള്ള ഈ അധ്യാപക സമൂഹത്തിൻ്റെ മുഴുവൻ യശസ്സിന് കളങ്കം ചാർത്തുന്ന തരത്തിലുള്ള ഡോക്ടർ റാമിനെ പോലുള്ളവരുടെ ഇടപെടലുകളാണ് ഇത്തരത്തിലുള്ള ഈ വലിയ വിമർശനങ്ങൾക്ക്, ആക്ഷേപശരങ്ങൾക്കൊക്കെ വഴിവെക്കുന്നത്. പക്ഷേ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ചാൻസലർ കൂടിയായ ഗവർണർ നൽകിയിരിക്കുന്ന നിർദ്ദേശത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ എല്ലാ പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലടക്കം ഒരു ഇന്റേണൽ ഓഡിറ്റിംഗ് സംവിധാനം വരുമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന പരാതികൾക്ക് കാലോചിതമായ പരിഹാരം കണ്ടുകൊണ്ട് സുതാര്യമായ പഠനം അവർക്ക് ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് ഈ ചാൻസലറുടെ ഭാഗത്തുനിന്നൊരു ഇടപെടൽ വൈകാതെ തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ആരോഗ്യ സർവകലാശാലയെ മാത്രമല്ല, സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകളിലും അത്തരം ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പഠന സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളിലേക്ക് വെളിച്ചം വീശുന്നതാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ സംഭവങ്ങൾ. ഇനിയൊരു നിതിൻ രാജും ഒരു ക്യാമ്പസിലും സൃഷ്ടിക്കപ്പെടാതിരിക്കേണ്ടത് സമൂഹത്തിൻ്റെ കൂടി ഒരു ഉത്തരവാദിത്തമാണ്, ബാധ്യതയാണ്. അത് ഉറപ്പാക്കേണ്ടത് കൃത്യമായി സർവകലാശാലകളുടെ അനിവാര്യമായ ഒരു ഇടപെടൽ കൂടിയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഇങ്ങനെ തിടുക്കത്തിലുള്ള നടപടികൾ അധികൃതർക്കെതിരെ ഈ കോളേജുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ അങ്ങനെയൊരു നിർദ്ദേശം അദ്ദേഹം നൽകിയിരിക്കുന്നത് വേണം വ്യാഖ്യാനിക്കാൻ. യെസ്, ഡാൻ സൂചിപ്പിക്കുന്ന പോലെ തന്നെ അധ്യാപകരിൽ പലരും സ്വന്തം രക്ഷകർത്താക്കളെക്കാൾ ഏറെ കുട്ടികളെ സ്നേഹിക്കുകയും കരുതുകയും അവർക്ക് വേണ്ടി ഇടപെടുകയും പഠന കാര്യങ്ങളിൽ കുട്ടികളെ സഹായിക്കുകയും ഒക്കെ ചെയ്യുന്ന നിരവധിയായ അധ്യാപകർ ഇപ്പോഴുമുണ്ട്. പക്ഷേ അവർക്കൊക്കെ നാണക്കേടായി മാറുന്ന സംഭവമാണ് നിതിൻ്റെ മരണം എന്നതുകൊണ്ട് തന്നെ അത് ഉയർത്തിക്കാണിക്കാതിരിക്കുക എന്നത് അസാധ്യമാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലും വിദ്യാർത്ഥികളോട് അപമര്യാദയായി പെരുമാറുന്ന അധ്യാപകർ, അവരുടെ ശരീരത്തെ അപമാനിക്കുന്നവർ ഉണ്ട്, അവരുടെ ജാതിയെയും മതത്തെയും അധിക്ഷേപിക്കുന്നവരുണ്ട്, അവരുടെ നിറത്തെ അധിക്ഷേപിക്കുന്നവർ ഉണ്ട്. അവർക്കൊന്നും അധ്യാപകരായി തുടരുവാനുള്ള ഒരു യോഗ്യതയുമില്ല. അവരുടെ വിദ്യാഭ്യാസ യോഗ്യത എത്ര മികച്ചതാണ് എങ്കിൽ പോലും എന്നത് തന്നെയാണ് വസ്തുത. അതുകൊണ്ട് തന്നെയാണ് കുട്ടികൾക്ക്, കേരളത്തിലെ ക്യാമ്പസുകളിലെ കുട്ടികൾക്ക് ഇത്തരം പരാതികൾ ഉണ്ടായെങ്കിൽ ആ പരാതികൾ കൃത്യമായി കേൾക്കുന്നതിനും അത് പരിഹരിക്കുന്നതിനും വേണ്ട ഒരു സംവിധാനം കേരളത്തിൽ അതിശക്തമായി തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. നിലവിൽ ആ സംവിധാനങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും അത് എത്രത്തോളം ക്രിയാത്മകമാണ് എന്നത് തന്നെയാണ് സംശയകരമായി മാറുന്നത്. അതിനപ്പുറത്ത് നിതിൻ മരണപ്പെട്ടതിന് ശേഷം ആ നിതിൻ്റെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ബാധ്യത ഏറ്റെടുത്തത് കൊണ്ടോ അവർക്ക് വീട് വെച്ച് നൽകിയത് കൊണ്ടോ ഇതൊന്നും പരിഹരിക്കപ്പെടുന്നില്ല. നമുക്ക് ചുറ്റും ഒരുപാട് നിതിനുമാർ ഉണ്ടാകും. അവർക്ക് ഇത്തരം ഒരു ദുരവസ്ഥയിലേക്ക് എത്താതിരിക്കുവാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക, അതാണ് നമ്മുടെ ഭരണകൂടത്തിൻ്റെയും നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും യുവജന വിദ്യാർത്ഥി സംഘടനകളുടെയും ഒപ്പം അധ്യാപക സംഘടനകളുടെയും എല്ലാം വലിയ ഉത്തരവാദിത്വം എന്നത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.